ഹായ് എവ്രി വൺ. സോ നമ്മൾ ഷോർട്ടിൽ നിന്ന് വെൽക്കം തേർഡ് പാർട്ടി റീഡിങ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞൊരു 3 മിനിറ്റ്സിലാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങൾക്ക് പൈൽസ് വേണമെങ്കിൽ ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ നമുക്ക് പൈലിന് സോ ഒന്ന് 0 ആണ്, ഇതിലൊന്നും ഒരു നമ്പറുമില്ല. ഓക്കെ, ആൻഡ് ഇതിൽ 2-9 ആട്ടോ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ഒരു കളറാണോ, ഇതൊരു മഞ്ഞ പോലത്തെ കളറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പൈലായിട്ട് 1 ഈ ഒരു നമ്പറാണ്. ഇതിൽ നമ്പറില്ല, 0 ആണ് ആൻഡ് 2-9 ആണ് എനിക്ക് ലഭിച്ചതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നമ്പർ കോൾ ചെയ്ത് വെച്ചാൽ അതെടുക്കാം. ഇൻഡ്യൂറ്റീവ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ വേണമെങ്കിൽ പേര് പറയാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണെങ്കിൽ ഒരു പേര് അറിയുകയാണെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലൊരു പിക്ചർ വരും, ഇതോ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ്, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഫയൽ 1 നോക്കുക കേട്ടോ. തേർഡ് പാർട്ടി റീഡിംഗ് ആണ് 111. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയും അവരും തമ്മിലുള്ള എനർജിയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഷോർട്സ് കാണാത്തവരോട് പറയുകയാണ്, നാളെ പ്ലാനറ്ററി പരേഡ് നടക്കുന്നുണ്ട്. 6 പ്ലാനറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നു. വീനസ്, മാർസ്, യുറാനസ് ഉണ്ടെന്ന് തോന്നുന്നു, എർത്ത്, പിന്നെ ഏതാണ് സാറ്റേൺ, അങ്ങനെ 6 പ്ലാനറ്റ്സിൻ്റെ കോമ്പിനേഷൻസ്. ജൂപ്പിറ്റർ കാണാം. ജൂപ്പിറ്ററൊക്കെ ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ 6 പ്ലാനറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. നാളെ വിസിബിൾ ആയിരിക്കും, പറ്റുന്നവർ കാണാം കേട്ടോ. നല്ലൊരു ഇതാണല്ലോ. അതുപോലെ തന്നെ കുറേ ഷിഫ്റ്റ് നടക്കുന്നു, മേജർ ഷിഫ്റ്റ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈബ്രേഷൻസ് മാറുന്നുണ്ട്. നല്ല രീതിയിൽ ഹീലിങ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി റീഡിങ് നോക്കാം നമുക്ക്. ഓക്കെ, നോക്കൂ തേർഡ് പാർട്ടി. ആദ്യത്തെ കാർഡിന് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പിയാണ് അല്ലേ? ഈ കാർഡ് കാണുമ്പോൾ മനസ്സിലാവുന്നത് അല്ല, അവർ കരഞ്ഞ് മുഖം ചുവന്നിരിക്കുകയാണ്. റെഡ് കളറാണ്. അത്രയും പെയിൻ സിറ്റുവേഷൻ, നഷ്ടപ്പെട്ടതിൻ്റെ എനർജിയാണ് പറയുന്നത്. ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ്. യെസ്, അഗെയിൻ 2 ഓഫ് പെൻറ്റക്കിൾസ്. ജഗ്ലിംഗ് ആണ് അവർ. ഇവരെ വെച്ച് അമ്മാനമാടുന്നുണ്ടായിരിക്കാം. ബർഡൻ ആണ് അവർ. ചലഞ്ചസ് ആൻഡ് അഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ബോട്ടം നോക്കട്ടെ. കമ്മ്യൂണിക്കേഷൻ, ഹേസ്റ്റിനെസ്. ഈ ഒരു കാർഡിന് അർത്ഥം ഹേസ്റ്റിനെസ് എന്ന് പറയും. പെട്ടെന്ന് എടുത്ത് ചാടി എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ എടുത്ത് ചാടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് വരും. ഇതൊക്കെ റിവേഴ്സാണ് കാണിക്കുന്നത്. ഇങ്ങനെയേ വന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വരേണ്ട കാര്യങ്ങൾ ഡിലേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അവർക്കും ഒരു പ്ലാനറ്ററി ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കാം കേട്ടോ തേർഡ് പാർട്ടി ആൻഡ് നിങ്ങളുടെ പേഴ്സണ്. ആൻഡ് നല്ല കാർഡ്സുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ് പറയുന്നത്. അവരുടെ പെയിൻ സിറ്റുവേഷനിലൂടെ അവരെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ശരിക്കും. ഡെത്ത് കാർഡ് ഉണ്ട് അല്ലേ, 5 അതിനർത്ഥം അവർ ചത്ത് ജീവിക്കുകയാണ്, ഡെഡായിട്ടാണ് അവർ ജീവിക്കുന്നത്. 2 കപ്സ് ബാക്കിലുണ്ട്. അതിലേക്ക് തിരിച്ച് നോക്കിക്കാൻ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ അത് നോക്കുന്നില്ല. കരഞ്ഞ് അവിടെ കുളം അല്ലെങ്കിൽ നദികളായി അത്രയും വേദനിക്കുകയാണ്. ഗിൽറ്റ് ഉണ്ടായിരിക്കാം, നഷ്ടപ്പെടല്, ഡെത്തായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ മരണം, അത്രയും പെയിൻ കൊടുക്കുന്നുണ്ട് അവർക്ക്. എഗെയിൻ 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട് സൈഡിൽ. 2 ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് മേ ബി തേർഡ് പാർട്ടി ഇവരെ വെച്ചിട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ ഇവരും തേർഡ് പാർട്ടി തമ്മിലൊരു കണക്ഷൻ ഉള്ളത് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബോണ്ട് മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയും ബ്രേക്ക് ചെയ്യണം. കാരണം ഇവർ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും അവർ സൂത്രത്തിൽ. അപ്പോൾ ആ പൈസ തിരിച്ച് കിട്ടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ വേണ്ടിയിട്ടൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് ആണ്. ഇവരത് കൊടുക്കുന്നുണ്ടാവില്ല, കളിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മെൻ്റലി അവർ വളരെ എന്താ പറയുക, 8 ആണ് ഇത് ശരിക്കും നോക്കുക, ശരിക്കും 8 പോലല്ലേ. ആൻഡ് ജഗ്ലിംഗ് ആണ്. ഇവരെ വെച്ചിട്ടും തേർഡ് പാർട്ടി ഇവർ ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവരും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭയങ്കര ക്ലാഷസും ആർഗ്യുമെൻറ്റ്സും ഡിസ്പ്യൂട്ട്സും അതാണ് കാണിക്കുന്നത് കേട്ടോ. ഈ റെഡ് കളർ കാണിക്കുന്നവരുടെ പാഷൻ, ആക്ഷൻ, അതൊക്കെ അവർക്ക് എടുക്കാം. അങ്ങനെ ഒരു പെയിൻ വരുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലൊരു ആക്ഷൻ എടുക്കാം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും അവർ. ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവർ 2 പേരും കൂടിയിട്ടുള്ളൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇനി സ്വന്തമായിട്ട് ആ ഷെയർ വാങ്ങി എൻ്റേതായിട്ടുള്ള ഒരു ബിൽഡിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. അതിലും അവർ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അല്ലെങ്കിൽ 7 പെൻറ്റക്കിൾസ് ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സണാണ്. മേ ബി ഈ ഒരു കാർഡ് വരുമ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള ജോലികളായിരിക്കാം, അഗ്രികൾച്ചർ ഉണ്ടായിരിക്കും, അഗ്രികൾച്ചർ ഫീൽഡിലായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത്. അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കും കേട്ടോ. അത് കൃഷിയാണ് കൂടുതലും കാണിക്കുന്നത്, കൃഷി സ്ഥലമാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്ലേസ് പാലക്കാട് ഏരിയയോ അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ആയിരിക്കാം, ഗ്രാമങ്ങളോ അല്ലെങ്കിൽ കൃഷികളുള്ള ഗ്രാമങ്ങളായിരിക്കാം കേട്ടോ.
അഗെയിൻ 10 ഓഫ് വാൻസ് ആണ്, വളരെ ഓവർ ബർഡൻഡ്. അവർക്ക് അത്ര എനർജി നല്ലതല്ല, അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ജീവിക്കുന്നില്ല, അവർ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു. ആത്മാർത്ഥമായിട്ടോ മനസ്സറിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല, അത്രയും ബർഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇവരിങ്ങനെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത് കേട്ടോ. ആൻഡ് 7 ഓഫ് വാൻസ് ആണ്. 7 ഓഫ് വാൻസ് അഗെയിൻ തേർഡ് പാർട്ടി കാർഡ്. മേ ബി തേർഡ് പാർട്ടിക്ക് വേറൊരു എനർജി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടായി, തേർഡ് പാർട്ടി ഇവരെ പറ്റിക്കുന്നുണ്ട്. അപ്പം അതും ഒരു കാര്യമായിട്ട് ഇവർക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച പോലെ തന്നെ നിങ്ങളോട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് തേർഡ് പാർട്ടി തിരിച്ചു കൊടുക്കുന്നത്. 5-7 അങ്ങനത്തെ ഒരു എനർജി കൂടെ പറയുന്നുണ്ട്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർ ഡിലേ ആക്കുന്നുണ്ട്. വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാരണം എന്താണ് പറയാനുള്ളത്, സെയിം കാര്യം തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗട്ട്സ് ഇല്ല, ഈഗോ ഉണ്ട്, വിഷമത്തിലാണ്, പെയിനാണ്. അപ്പോൾ അവർക്കുള്ള ടൈം ആൻഡ് ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ ടാരോ പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ടൈം ആൻഡ് ഗ്യാപ്പ് കൊടുക്കുക. ഹീലാവേണ്ട ടൈം ഹീലാവുക തന്നെ ചെയ്യണം. അതിനെ നമ്മൾ എടുത്ത് ചാടി പല തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞ് തെറ്റായിട്ട് പോകും. എല്ലാത്തിനും ഒരു സമയം കൊടുക്കുക. 2 ഡേയ്സൊക്കെ ഒരു എന്തെങ്കിലും കാര്യം തീരുമാനിക്കാനാണെങ്കിൽ ഗ്യാപ്പ് കൊടുത്ത് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. എടുത്ത് ചാടി ചെയ്യരുത്, അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരും സമയം എടുക്കുന്നുണ്ട്. അവർ ആ ഒരു സമയം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു കാർഡിൽ ഏതെങ്കിലും അവർ ഹാപ്പിയായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. സ്ട്രഗിളിങ്, ചലഞ്ചസ്, അവരിങ്ങനെ ഒരു മെഷീനാണ്, തേർഡ് പാർട്ടിയുടെ മെഷീനാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം അവർക്കത് വേണമെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസ മനസ്സിലായി. അങ്ങനെ ഇവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സംഭവം, കെയറിങ് ഒന്നും ഇതിലില്ല. ഇതിലൊരാൾ ഓവറായിട്ട് ബർഡനായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നു. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ അത് വാങ്ങണം, ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ എന്താ പറയുക ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർമിക് എനർജി ആണെന്ന് കറക്റ്റായിട്ട് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 5 സ്റ്റാർട്ടിങ് 5 5-നർത്ഥം വളരെ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യം വളരെ വേദനാജനകമായിരിക്കും. ഗയോസ് എന്ന് പറയും, ഡിസ്ട്രക്ഷൻസ്, പെട്ടെന്ന് തകർച്ച, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇടി അറിയില്ലേ, അതൊക്കെയാണ് 5 പറയുന്നത് കേട്ടോ. ദെൻ 13 ആണ്. 13 പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയാവുന്നില്ല, എനർജി മാച്ച് ആവുന്നില്ല. ഞാൻ പണ്ട് പറയുന്ന പോലെ ഓറഞ്ചും ആപ്പിളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ ഹാഫ് തന്നെയാണ് ഓറഞ്ചിനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓറഞ്ചിൻ്റെ ഹാഫും ആപ്പിളിൻ്റെ ഹാഫും കൂട്ടി യോജിച്ചാലും അവിടെ എപ്പോഴും ഡിഫറൻസസ് വരും. അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. സോ ഒരു വളരെ ജഗ്ലിംഗ് ആണ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സൊക്കെ ഇവർ നല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബർഡൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുന്നതാണ് കാണുന്നത്. അഗെയിൻ ഇതിലൊരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് മേ ബി വേറൊരു എനർജി ഉണ്ടായിരിക്കും, ചീറ്റിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇവരെ വേദനിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈൽ. ഈ ഒരു കളർ ചൂസ് ചെയ്തവരുടെ റീഡിങ് ഇതൊരു 0 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഷിറ്റ്സ് എടുക്കണോ, തേർഡ് പാർട്ടി എനർജിയിൽ എന്താ നടക്കുന്നതെന്ന് ഒരു എണ്ണം എടുക്കാം കേട്ടോ. ഇതിൽ ട്വിൻ ഫ്ലെയിംസ് എന്നൊരു കാർഡ് കാണിക്കും. മേ ബി ഇത് കാണുന്ന ഒരു 1% ആൾക്കാർ ട്വിൻ ഫ്ലെയിംസ് ആവാം. ഓക്കെ, എല്ലാവരും ആവണമെന്നില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇവർ വേറെ പാർട്ടീനെ ചൂസ് ചെയ്ത് പോകുന്നതും അതിൽ പാഠങ്ങൾ, ലെസൺസ്, എക്സ്പീരിയൻസസും കർമ്മ അക്കൗണ്ട്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്. അവർ അത്രയും ഹാപ്പി ഒന്നുമല്ല തേർഡ് പാർട്ടിയുമായിട്ട്. എന്താ പറയുക, അവർ തമ്മിലൊരു ആർഗ്യുമെൻറ്റ്സും അല്ലെങ്കിൽ ഡിഫറൻസസ് ആണ്. അവർ വളരെ അകൽച്ചയാണ് അവരുടെ ഇടയിൽ എല്ലാ രീതിയിലും കേട്ടോ. അതാണ് അതിൽ കണ്ടത്. നെക്സ്റ്റ് പൈൽ 2-9 ആണ്. നോക്കാം, യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽ എന്താണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ തേർഡ് പാർട്ടി ആൻഡ് പേഴ്സൺ എനർജി. കാണുന്ന ആളുകളുടെ തേർഡ് പാർട്ടിയും പേഴ്സൺ തമ്മിലുള്ള എനർജിയാണ്. ഹെയറോഫെൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സുമായിട്ട് ഒന്ന് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നു. വേറൊരു വഴിയില്ലാത്തൊരവസ്ഥ. എത്രയൊക്കെ അവർ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് തേടാൻ നോക്കിയാലും ഒന്നും കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡിവൈനിലേക്ക് തന്നെ സറണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. കിങ് ഓഫ് വാൻസ് അവരുടെ കിങ് ഓഫ് എനർജി, പാഷൻ എനർജി, ആക്ഷൻ എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീക്കാണെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. കാരണം പാസ്റ്റിലേക്ക് അവർ നോക്കുന്നുണ്ട്. പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഓരോന്നൊക്കെ ചിന്തിച്ച് മാപ്പ് പറയുന്നു. അല്ലെങ്കിൽ അതിൽ ഗിൽറ്റ് ഉണ്ട്. മെച്ചുവേർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഇനിയുള്ള എനർജിയിൽ എത്തിയിട്ടുണ്ട്. പണ്ടവർ ഫൂളായിരുന്നു. ഓക്കെ, ഫൂളായതുകൊണ്ട് ഇപ്പോൾ അവർ കിങ് ഓഫ് വാൻസിലേക്ക് എത്തി. ഭയങ്കര സ്ട്രോങ്, ഒരു മെച്ചുവേർഡ് മാരീഡ് ആയിട്ടുള്ള പേഴ്സണാണ്. മെച്ചുവേർഡാണ്, സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അവർക്ക്. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഗ്രോത്തൊക്കെ കാണിക്കുന്നുണ്ട്.
ഒരു കാർഡ് കൂടി, 2 കാർഡ് കൂടി എടുക്കുക. യെസ്, 10 ഓഫ് സോഡ്സ് ആണ്. ഹെൽത്ത് കണ്ടീഷൻസ് അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. യെസ്, സ്ട്രഗ്ലിംഗ് ആണ് കേട്ടോ, ഫിനാൻഷ്യലായിട്ട് നല്ലൊരു സ്ട്രഗ്ലിംഗ് കാണിക്കുന്നുണ്ട്. ബോട്ടം നോക്കട്ടെ, അവർ വളരെ അൺഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. സോ 2 എനർജിയും നോക്കുകയാണെങ്കിൽ ഹാപ്പിനെസ് കാണിക്കുന്നില്ല, സ്ട്രഗിൾസിനെയും കയോസിനെയും അല്ലെങ്കിൽ എന്താ പറയുക ബർഡനൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു കാർഡ് അതുപോലെ തന്നെയാണ്, അവർക്ക് പെട്ടെന്ന് ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് വരും. പക്ഷെ അവർ ഈഗോ സമ്മതിക്കുന്നില്ല, പൈസ നഷ്ടപ്പെട്ടു പോയ സിറ്റുവേഷൻ, ചീറ്റിങ്. അപ്പോൾ വേണമെങ്കിൽ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒന്ന് സംസാരിച്ച് ഹെൽപ്പ് തേടാം, പക്ഷേ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരതിൽ വേദനിച്ച് അങ്ങനെ തീരുന്നതാണ് കാണുന്നത്. വളരെ ബാഡ് കാർഡാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. കാരണം അത്രയും പോവേർട്ടി, ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ആ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തതിൻ്റെ ദാരിദ്ര്യമായിരിക്കാം, ഫിനാൻഷ്യൽ ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ഇല്ലാത്തതിൻ്റെ ദാരിദ്ര്യമായിരിക്കും. അങ്ങനെ ഒരു പോവേർട്ടി അനുഭവിക്കുന്നതാണ് കാണുന്നത്. അവർ മെയിൻലി അവർക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെന്നും സെൽഫ് ലവിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടി വെക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവർ എടുത്തു കൊണ്ടുപോയി തിരിച്ച് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാനോ കെയർ ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും വയ്യായി വന്നാലൊന്ന് കെയർ ചെയ്യാൻ പോലും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ അവർ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്ത് വെക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് അവരതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ പെന്തക്കിൾസും അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അപ്പോൾ ചിന്തിക്കുകയാണ്, എനിക്കൊരു പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് നോക്കും എന്നെ, കാരണം ഇപ്പം തന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ നടത്തുകയാണ് കേട്ടോ. ഹാർഡ് വർക്കിംഗ് ആണ്. ഈ ഒരു എനർജിയിൽ നിന്ന് കടക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. 10 ഓഫ് സോഡ്സ്. 10 ഓഫ് സോഡ്സ് മീൻസ് ഡെഡ്. തല തൊട്ടിട്ട് അവരുടെ നട്ടെല്ല് വരെ 10 വാളുകളാണ്. ഈ 10 എന്ന് പറയുന്നത് മേ ബി 10 ആളുകളായിരിക്കാം, 10 കാര്യങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യം ഒരുമിച്ച് വരുമ്പോൾ അവർ അത്രയും ബർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോ എനർജിയാണ്, ഒട്ടും എനർജി ഇല്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരും ഇവരോട് ഹാർഷായിട്ട് പെരുമാറുന്നു. ഡിവോഴ്സ് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, ഇഷ്ടപ്പെട്ട ആളുടെ നഷ്ടപ്പെടലായിരിക്കാം, ചതിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ്, നട്ടലുമായിട്ടുള്ള സർജറീസോ അല്ലെങ്കിൽ നട്ടലിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്നതൊക്കെ ആയിരിക്കും. പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് കണ്ടീഷൻസാണ് എനിക്കിതിൽ തോന്നുന്നത്. മേ ബി അങ്ങനത്തെ എനർജിയോട് ഇവർ മാച്ച് ആവാത്തത് കൊണ്ട് ഇവർക്ക് ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനോട് അടുക്കാൻ ശ്രമിക്കുന്നു. ഹെയർ ഓഫ് ആണ്. കാരണം ഇവർക്ക് മനസ്സിലായി ഇവരൊരു ഫൂളായിരുന്നു, അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള ഡിസിഷൻസിലേക്ക് പോയത് എന്നൊക്കെ ഫൂൾ കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു കർമ്മ അക്കൗണ്ട് ബാഗേജ് ഉണ്ട് എന്ന് മനസ്സിലായി. തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി പറയുകയാണെങ്കിൽ ഇതിലും വളരെ നിങ്ങൾക്ക് കാർഡ് കണ്ടറിയാലോ, വളരെ മോശമായിട്ടും അല്ലെങ്കിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പേഴ്സണെയാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത്, അതുപോലെ കിങ് ഓഫ് വാൻസ്. ഒരു പാസ്റ്റിലേക്കാണ് നോക്കുന്നത്. പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ തിരുത്തേണ്ടത്, എന്തായിരുന്നു എൻ്റെ തെറ്റ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്കൊരു തീരുമാനത്തിലേക്ക് വരാൻ കാരണം, അങ്ങനെ പല കാര്യങ്ങൾ അവർ അനലൈസിങ് പീരീഡ് എന്ന് പറയും, ഇവാലുവേറ്റിംഗ് പീരീഡ്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. ആൻഡ് ബോട്ടം കാണിക്കുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. 3 കപ്പുണ്ട്, ഒന്നിനും വയ്യ, അവരങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നോട്ടിന് എണീക്കാനും താല്പര്യമില്ല, വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഒന്നുമില്ലല്ലോ എന്ന ചിന്തയിൽ ഇരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പോലും ഇല്ലാതെ ഇരിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിലേക്ക് നോക്കാനുള്ള ചിന്ത അല്ലെങ്കിൽ അതിനുള്ള എനർജി ഒട്ടും ഇല്ലാത്തൊരവസ്ഥയും കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 4 ഓഫ് കപ്സ്. വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു പേഴ്സണ്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പറയാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്കും ആ ചേഞ്ചസ് വരും. ഇതാണ് സെക്കൻഡ് പൈൽ പറയുന്നത്. സെക്കൻഡ് പൈലും അവർക്കും ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് മേ ബി ഡാർക്ക് നൈറ്റ് സോൾ ആയിരിക്കാം. അതാണ് ഈ ഡാർക്കർ കളറായിട്ട് വരുന്നത്. 10 ഓഫ് സോൾസിന് താഴെ അല്ലെങ്കിൽ മുകളിലായിട്ട് ഡെത്ത് വന്നിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ ഹെയർ ഓഫ് ആണ്. ട്രഡീഷണലായിട്ട് കാര്യങ്ങളിലേക്കൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അമ്പലങ്ങളിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടായിരിക്കാം, വ്രതം എടുക്കുന്നുണ്ടായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും, ജസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, സ്പിരിച്വൽ ഇങ്ങനത്തെ ചാനൽസ് കാണുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഈ ഒരു ഇൻഫ്ലുവൻസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈല് ചൂസ് ചെയ്തവരുടെ മെസ്സേജസ്. നമുക്കൊരു ചിപ്സ് നോക്കാം. ഇതിൽ റിയൂണിയൻ ഇസ് നിയർ എന്നാണ് പറയുന്നത്. മേ ബി അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ കാണാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി എനർജി നോക്കുകയാണെങ്കിൽ 2 കാർഡ്സിലും അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്ത എനർജിയാണ് കാണിക്കുന്നത്. അവർ വളരെ സഫറിങ് ആണ്, അവർ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഈ കാർഡ്സിലൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് കാർഡ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഹാപ്പിനെസ് ആയിട്ടുള്ള മുഖങ്ങളൊന്നുമില്ല. പെട്ടു. അപ്പോൾ അതിൽ ഇങ്ങനെ നടന്ന് പോവുക അല്ലെങ്കിൽ അങ്ങനെ പോണ പോകിൽ പോവുകയാണ് കാണുന്നത്. ഓക്കെ, സോ താങ്ക് യു.
അപ്പോൾ ഇതാണ് 2 പൈൽസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ഒരു ഇഷ്യൂ ഇല്ല. ടൈംലെസ് റീഡിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. റീഡിങ്സ് വേണം നിർബന്ധമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. പേര്, DOB, ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ ഹീലിങ്സോ സബ് കോൺഷ്യസ് ഹീലിങ്സോ വേണമെങ്കിൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ബാച്ച്. വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പെയ്ഡ് ആയിട്ടുള്ള ഹീലിങ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്സ്. ഓക്കെ, സോ താങ്ക് യു.